GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഓണം എക്സാം നടക്കുകയാണ്. 8ാം ക്ലാസ്സിലെ പുതിയ സിലബസ് ആണ്. അപ്പോൾ പുതിയ സിലബസിൽ മാത്സിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റൻ നമ്മളിവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് 4 മാർക്ക് കൂടെ സ്കോർ ചെയ്യാം. മാത്രമല്ല CBSE ICSE സ്റ്റേറ്റുകാർക്കൊക്കെ A+B ഓൾ സ്ക്വയർ എങ്ങനെയാണ് ഒരു സ്ക്വയറിന്റെ ബേസിൽ വന്നുള്ള ഒരു കൺസെപ്റ്റും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മനസ്സിലാവും. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: The grid shows some of the numbers in the computation of the square of a 2-digit number. അപ്പോൾ ഒരു ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രിഡ് എന്ന് പറയുന്നതാണ്, ഈ സ്ക്വയർ ആണ് ഈ ഗ്രിഡ് എന്ന് പറയുന്നത്. ഒരു 2-digit നമ്പറിന്റെ സ്ക്വയറിന്റെ കമ്പ്യൂട്ടേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ക്വസ്റ്റ്യൻ മാർക്സ്. അതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ടുള്ള മിസ്സിംഗ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്? അപ്പോൾ നമുക്ക് ഇവിടെ 900 വന്നിട്ടുണ്ട്, ഇവിടെ 16 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് നമ്പറുകളുടെ സെയിം ആയിട്ടുള്ള നമ്പറുകളുടെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 30 വരും, 30. ഇവിടെയും 30. ഓക്കെ, സോ 30 × 30 900. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 16 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 4. അപ്പോൾ 4ന്റെ സ്ക്വയർ 16. ഇനി ഇത് നമ്മൾ നമ്പേഴ്സിനെ മിസ് ചെയ്ത് തന്നെ നമ്മൾ എഴുതി. ഇത് ശരിയാണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 30 × 4 120. ഇവിടെയോ 30 × 4 120. ഇനി അടുത്ത ചോദ്യം: ദ സ്ക്വയർ ഓഫ് വിച്ച് നമ്പർ ഈസ് കമ്പ്യൂട്ടഡ്, വാട്ട് ഈസ് ഇറ്റ് സ്ക്വയർ? അപ്പോൾ ചോദ്യം ഇതാണ്: ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? അതിന്റെ സ്ക്വയർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? നമുക്ക് ഈ 4 സ്ക്വയർ നമ്പറുകൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 900 + 120 + 120 + 60. നമുക്കറിയാം 900 + 120 + 120 എന്ന് പറഞ്ഞാൽ 2 × 120 ആണ്. നമുക്ക് 240 എഴുതാം. 16 900 + 240 + 60. 900 + 200 1100. പിന്നെ 40 കൂടി വരും. 1140 + 60 1150 എന്ന് കിട്ടും. ഇനി ഇത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണുള്ളതാണ്? അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡന്റിറ്റി A+B ഓൾ സ്ക്വയർ നമുക്കറിയാം. A² + 2AB + B². അതുപോലെ ഇതിനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 30 + 4 ഓൾ സ്ക്വയർ. 30 + 4 ഓൾ സ്ക്വയർ A+B ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ ടൈമിൽ വരുമ്പോൾ A² + 2B + B². അപ്പോൾ 30യുടെ സ്ക്വയർ 30² + 2 × 30 × 4 + 4². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? 34ന്റെ ആണ്. അതിന് 34ന്റെ സ്ക്വയർ എത്രയാണ്? 1156. വളരെ സിമ്പിൾ ആണ്. ഇത് മനസ്സിലാക്കിയാൽ ഇതുപോലത്തെ ഏത് ഗ്രിഡിന്റെ കണക്ക് നമുക്ക് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഓൺ എക്സാമിന് 4 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ A+B ഓൾ സ്ക്വയർ എങ്ങനെയാണ് ഒരു ഗ്രിഡിന്റെ ഫോമിൽ വരുന്നതെന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുപോലെ ഇത് സൈനിങ് ഔട്ട്.